എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സേട്ടനാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ട്രാവൽ വ്ളോഗ് ഞാൻ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പൊ അധികവും അത് വിദേശ രാജ്യങ്ങളാണ്. പക്ഷേ ഇത്തവണ ഞാൻ എന്റെ വെക്കേഷന് ഞങ്ങളുടെ ആനുവൽ ലീവിന് ഞാനും പാപ്പും ഒക്കെ ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രാ വിവരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു കുഞ്ഞു യാത്രാ വിവരണമാണ്. പാപ്പു ഹായ് പറയൂ. ഇതാ പാപ്പു ഉണ്ട്, എന്റെ അച്ഛൻ, അത് ശിവദാസേട്ടൻ, ഇതാ ഞങ്ങളുടെ സാരഥിയായുള്ളത് എന്റെ സ്വന്തം അനിയൻ. ഞങ്ങൾ കുട്ടെന്ന് വിളിക്കും, അവന്റെ പേര് സുധിൻ എന്നാണ്. അപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഒരു കുഞ്ഞു യാത്ര പ്ലാൻ ചെയ്തു. നമ്മൾ കേട്ട് 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 ക്രിഞ്ചടിച്ച ഒരു സംഭവമാണ് മസനഗുഡി വഴി ഊട്ടി, അല്ലെ? പക്ഷെ കേട്ടിട്ടേ ഉള്ളൂ. സത്യത്തിൽ മസനഗുഡി വഴി ഊട്ടി ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞങ്ങൾ ആരും പോയിട്ടില്ല, അല്ലെ? അപ്പൊ ഊട്ടി ആണെങ്കിൽ പാലക്കാട് നിന്ന് വേറൊരു റൂട്ടാണ് ഞങ്ങൾക്ക്. ആക്ച്വലി ആനക്കട്ടി വഴി കുറച്ചുകൂടി ഒരു എളുപ്പ റൂട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഊട്ടിക്ക് പോകുക ആ വഴിയാണ്. പക്ഷെ ഇത്തവണ ഈ പറഞ്ഞു കേട്ട ഈ ഒരു വിശേഷം എന്താണ്, ഈ മസനഗുഡി വഴി ഊട്ടിക്കുള്ള പ്രത്യേകത എന്നൊന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ രാവിലെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഊട്ടിയിൽ എത്തിയിട്ടില്ല, മസനഗുഡിയിലും എത്തിയിട്ടില്ല. അപ്പോ ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുതുമലയാണ്. മുതുമല ഫോറസ്റ്റ് റിസർവില് ഞങ്ങള് ഗൂഡല്ലൂര് വഴി, അല്ലെ, നമ്മൾ വണ്ടൂര് വഴി നിലമ്പൂര്, വണ്ടൂര്, നാടുകാണി ചുരം വഴി ഗൂഡല്ലൂര്, മുതുമല. ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് മുതുമലയാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം മുതുമല ഫോറസ്റ്റ് റിസർവിന്റെ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഉള്ളൊരു സഫാരി, ഞാൻ ആഫ്രിക്കയിൽ നിന്നുള്ള സഫാരികളുടെ ഒക്കെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ ബോട്സ്വാനയിൽ ചെയ്തത്, നമീബിയയിൽ ചെയ്തത്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു സഫാരി വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്ര, മുതുമല വരെയുള്ള യാത്ര, മുതുമല ഞങ്ങൾ പോയ സഫാരിയുടെ വിശേഷങ്ങൾ, അത് അടിപൊളി സഫാരി ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയില് പങ്കുവയ്ക്കുന്നത്. അപ്പോ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മസനഗുഡിയും ഊട്ടിയും അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോ ഇതൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ രാവിലെ തന്നെ മണ്ണാർക്കാട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഊട്ടിയിലേക്ക് ഇറങ്ങി. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങളുടെ സ്റ്റേ മസനഗുഡി ആയതുകൊണ്ട് തന്നെ നിലമ്പൂർ വഴി നിങ്ങൾ ഈ കാണുന്ന നാടുകാണി ചുരം വഴിയാണ് ഞങ്ങളുടെ യാത്ര. ആദ്യം ഞങ്ങൾ പോകുന്നത് മുതുമല ഫോറസ്റ്റ് റിസർവിലേക്കാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് മുതുമലയിലേക്കുള്ള ആ ഒരു എൻട്രി പോയിന്റ്. അങ്ങനെ ഞങ്ങൾ ആ കാനന പാതയിലേക്ക് എൻട്രി ചെയ്തു. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ്. അപ്പൊ ഏത് മൃഗത്തിനെയാണ് കാണുക എന്നിങ്ങനെ ആലോചിച്ച് പോകുമ്പോഴാണ് ആദ്യത്തെ കാഴ്ച ഇതാ, ഒരാനയായിരുന്നു, അതും തനിച്ച്. അദ്ദേഹം അവിടെ എന്തൊക്കെയോ തിന്നുകൊണ്ട് നിൽക്കുകയാണ്, നമ്മളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. പിന്നെ കുരങ്ങന്മാരുടെ കാര്യം പറയണ്ടല്ലോ, എല്ലായിടത്തും ഇഷ്ടം പോലെ കുരങ്ങന്മാരാണ്. ഇതാ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഒറ്റയാനെ കണ്ടു. നിങ്ങൾക്ക് സൈഡിൽ വലിയൊരു നദി കാണാൻ പറ്റും, ഭയങ്കര ഇങ്ങനെ കലങ്ങി ഒഴുകുന്ന ഒരു നദിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം തിരിഞ്ഞപ്പോൾ മുതുമല ഫോറസ്റ്റ് ഓഫീസിലെത്തി. അവിടെ നിന്നാണ് ഞങ്ങൾ മുതുമലയിൽ നിന്നുള്ള ആ ഒരു സഫാരി, ഗവൺമെന്റിന്റെ സഫാരി പോകുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, പക്ഷെ ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നില്ല. ഭാഗ്യവശാൽ ഞങ്ങൾക്കൊരു സ്ലോട്ട് കിട്ടി. അങ്ങനെ മുതുമല ഫോറസ്റ്റിന്റെ അവരുടെ ഗവൺമെന്റിന്റെ ജീപ്പിലാണ് നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് സഫാരി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് യാത്ര പോയത്. എന്റെ അനിയനാണിത്, ആ ചോപ്പ് ടീഷർട്ടിലിരിക്കുന്ന എന്റെ അച്ഛൻ, പിന്നെ നടുവിലിരിക്കുന്നത് ശിവദാസേട്ടൻ, ഞങ്ങളുടെ വീട്ടിന്റെ കാര്യസ്ഥൻ എന്ന് പറയാം, ഓൾ ഇൻ ഓൾ എന്ന് പറയാം. അങ്ങനെ ഞാനും പാപ്പു, 5 പേര്. അങ്ങനെ ഞങ്ങൾ ആ ജീപ്പില് യാത്ര തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ 1-2 ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ഞങ്ങളുടെ ഡ്രൈവർ നിർത്തി കേട്ടോ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഒരു വലിയ മാനിൻ കൂട്ടമാണ്. പക്ഷേ ഡ്രൈവർ നിർത്തിയത് അതിനല്ല. കാരണം നിങ്ങൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആ 2 വണ്ടിയിലെ ആളുകള് പുറത്തിറങ്ങി ഈ മാനിന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡ് നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു. കാരണം ഈ മുതുമല ഫോറസ്റ്റ് റിസർവിലേക്ക് ഒന്നാമത്തെ കാര്യം, പ്രൈവറ്റ് വണ്ടികൾ കടത്തിവിടില്ല. അതിനേക്കാൾ കൂടുതൽ ഒരിക്കലും നമ്മൾ താഴെ ഇറങ്ങാൻ പാടില്ല, മൃഗങ്ങളെ നേരിട്ട്, അതായത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്. പക്ഷേ അവരത് പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ചീത്തയും പറഞ്ഞു. പക്ഷെ ഫൈനൊന്നും ഇട്ടില്ല. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇഷ്ടം പോലെ മാനുകൾ 2 സൈഡിലും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര മാനുകൾ ഉണ്ടായിരുന്നു. ഇതാ ഞങ്ങൾ അങ്ങനെ റോഡിലൂടെ, ഞങ്ങൾ ഇപ്പോഴും ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല കേട്ടോ, അതിലേക്കുള്ള യാത്രയിലാണ്. ആ ടാറിട്ട റോഡിലൂടെ കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓഫ് റോഡിലേക്ക് എൻട്രി ആണ്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കൂടെയാണ് യാത്ര. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. ഇതുവരെയുള്ള സുഖമുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. കുലുങ്ങി 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 ദേഹമൊക്കെ നല്ലപോലെ വേദനിച്ച് അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷെ എന്നാലും കാണുന്ന ആ ഒരു മൃഗങ്ങളെയൊക്കെ കാണുന്നതിലുള്ള സന്തോഷം കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും ഒരു ആനയാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. അയ്യോ ഇത് പറയട്ടെ,
ഞങ്ങൾ ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടത് ഇതാണ് കേട്ടോ. ആ ആനയെ കണ്ട് കുറച്ച് മുന്നിലേക്ക് പോയപ്പോഴും കാട്ടുപോത്തിന്റെ ഒരു വലിയ കൂട്ടം ഞങ്ങളുടെ വണ്ടി അങ്ങ് ക്രോസ് ചെയ്ത് പോയി. അപ്പൊ ഇത് കണ്ടോ, ആ ക്രോസ് ചെയ്ത കൂട്ടത്തിന്റെ ഏറ്റവും അവസാനം ഒരു സിംഗിൾ കാട്ടുപോത്ത്. അപ്പൊ ഞങ്ങൾ പറയായിരുന്നു ഇവനായിരിക്കും ആ ഒരു കൂട്ടത്തിന്റെ ലീഡർ എന്നുള്ളത്. അപ്പൊ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഭയങ്കര അപൂർവമായി കിട്ടുന്ന ഒരു ലക്കാണ്. കാര്യം ഇങ്ങനെ ഒരു കാട്ടുപോത്തിന്റെ കൂട്ടം നിങ്ങളെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് വളരെ അപൂർവമായിട്ട് അവരെന്നെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അത് സത്യത്തിൽ ഭയങ്കര ഒരു അടിപൊളി കാഴ്ചയായിരുന്നു. കണ്ടോ, ആ ലീഡർ എന്ന് പറഞ്ഞ ആള്, ഞാൻ ലീഡർ എന്ന് പറയാൻ കാര്യമുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഭയത്തോടു കൂടി ഓടിയപ്പോ അവൻ മാത്രം ഭയങ്കര ധൈര്യത്തോടു കൂടി ഇങ്ങനെ സ്ലോ മോഷനിലാണ് നടക്കുന്നുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഞങ്ങളുടെ യാത്രയുടെ സുഖം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു കുലുക്കവും ചാട്ടവും. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു കാട്ടാനക്കൂട്ടത്തെ കണ്ടു. 3 വലിയ ആനകളും 2 കുഞ്ഞാനകളും. പക്ഷേ ഈ ഒരു കാഴ്ചയ്ക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ അടുത്ത് തന്നെ ഒരു ചെറിയ പോണ്ട് പോലെ, ഒരു കുളം പോലെ, ഒരു ചെടിവെള്ളം നിറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് അവര് വെള്ളമൊക്കെ കുളിച്ചിട്ടൊക്കെ വരുന്നത്. കണ്ടോ, അവരുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ഇങ്ങനെയൊക്കെ ചീറ്റുന്നൊക്കെ ഉണ്ട്. നിറച്ച് വെള്ളവും അതുപോലെ തന്നെ ചെളിയും ഒക്കെ ഇങ്ങനെ പൊതഞ്ഞു വരിക 3 പേരും. പക്ഷേ ഞങ്ങളെ കണ്ട ഉടനെ ഉണ്ടല്ലോ, അവര് ആ 2 കാട്ടാനക്കുട്ടികളെ നോക്കി, ആ കാട്ടാനക്കുട്ടികൾ അവരുടെ നടുവിലേക്ക് അങ്ങ് വന്ന് നിന്നു. എന്നിട്ട് ഈ 3 ആനകളും ആ കാട്ടാനക്കുട്ടികളെ അങ്ങ് കവർ ചെയ്ത് നിന്നു. നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ ആനകളെ സംബന്ധിച്ചിട്ട് അവരുടെ കുട്ടികളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഈ ആനകൾ നമ്മളെ ആക്രമിക്കുന്നത് തന്നെ അവരെ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണത്രേ. അപ്പോ എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഭയങ്കര കൗതുകകരമായി തോന്നി കേട്ടോ. കാരണം നമ്മളോട് ഒരു തരത്തിലുള്ള അക്രമവാസന കാണിക്കാതെ തന്നെ, നമ്മളോട് ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ തന്നെ അവരവരെ 2 കുഞ്ഞുങ്ങളെ അങ്ങ് കവർ ചെയ്ത് സുരക്ഷിതരാക്കി. അപ്പോ അത് ശരിക്കും ഞങ്ങൾക്ക് എന്താ പറയാ, മനസ്സ് കൊണ്ട് അല്ലെങ്കിൽ മനസ്സ് തട്ടിയ ഒരു കാഴ്ചയായിരുന്നു. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ വീണ്ടും ധാരാളം മാനുകൾ. പിന്നെ മാനുകളെ പറ്റി ഞാൻ പ്രത്യേകം പറയാത്തത് അത് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇഷ്ടം പോലെ കാണുന്നത് കൊണ്ടാണ്. അതിൽ കൊമ്പുള്ളതുണ്ട്, കൊമ്പില്ലാത്തതുണ്ട്, പല രീതിയിലുള്ള മാനുകൾ. ഇതാ നിങ്ങൾക്ക് ആ ഒരു കാനന പാത കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് നമ്മുടെ ജീപ്പ് പോകുന്നത്. ഭയങ്കര കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞൊരു പാതയാട്ടോ. കുറച്ച് പോയപ്പോതാ ഏതോ ഒരു പീജിയൻ എന്നാ പറയുന്നത്. എന്തായാലും പറയാ പാപ്പൂസേ, ഈഗിളിനെ കണ്ടു. പലതരത്തിലുള്ള ഈഗിളിനെ നമ്മൾ കണ്ടു കേട്ടോ. പലതിനും പല പേരുകളാണ്. അപ്പൊ അത് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നു. എന്റെ തലയിൽ അതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. പക്ഷേ ഇവന് ഭയങ്കര കാഴ്ചശക്തിയാണെന്നാ പറയുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ വീണ്ടും ഒരു കാട്ടാനക്കൂട്ടം, 5-6 പേരുണ്ട്. ഇങ്ങനെ ഇടത്തരം സൈസുള്ള ഒന്ന്, പിന്നെ വലിയ കാട്ടാനകള്, അങ്ങനെ. പക്ഷെ അവരെല്ലാവരും ഭയങ്കര ജോളി മൂഡിലാകട്ടോ. കുറെ പുല്ല് പറിക്കുന്നു, അത് അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു, അങ്ങനെ കളിക്കുന്ന പോലെ വളരെ ജോളി ആയിട്ട് നിൽക്കുന്ന ഒരു കാട്ടാനക്കൂട്ടത്തെ കണ്ടു. അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല, നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ധൈര്യത്തോടു കൂടി ഞാൻ ഇങ്ങനെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ അവരെയും കണ്ട് പതുക്കെ ഞങ്ങള് മുന്നോട്ട് പോയി. ഇനി ആരെയാണ് കാണുക എന്നുള്ളതായിരുന്നു ചിന്ത. ഞങ്ങളുടെ സഫാരിയുടെ ഏകദേശം അവസാന സമയമായി കേട്ടോ. അവസാനമായി ഞങ്ങൾ വീണ്ടും കണ്ടത് നമുക്കൊക്കെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര ക്യൂട്ടായി തോന്നുന്ന മാനുകളെ തന്നെയായിരുന്നു. പക്ഷെ 1ഉം 2ഉം ഒന്നും അല്ല. കാര്യം കുറച്ചു മാനുകളെ കാണുന്ന പോലെ അല്ലല്ലോ, ഇത്രയും കൂടുതൽ മാനുകളെ കാണുമ്പോൾ. അതിൽ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ കൊമ്പുകള് പല മാനുകൾക്കും പല രീതിയിലുള്ള പല സൈസിലുള്ള കൊമ്പുകളൊക്കെയാ. കണ്ടോ, അവര് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൗതുകത്തോടു കൂടി ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം നോക്കി നിൽക്കും. അപ്പോ അങ്ങനെ ഞങ്ങളുടെ ഈ പറയുന്ന ഫോറസ്റ്റ് സഫാരി നന്നായി പൂർത്തീകരിച്ചു. ബൈ.